എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി കൂടിയ സാക്ഷാൽ അമിത്ഷാ കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് സാഹചര്യത്തിലാണ് അമിത്ഷാ കേരളത്തിലോട്ട് വരുന്നതെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് കേരളത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത്. പഞ്ചാബ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ഒഴുകുന്നത് കേരളത്തിലാണെന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തടയിടാൻ തന്നെ, അത് പഞ്ചാബ്, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് വലിയ സംസ്ഥാനമാണ്, അത് പഞ്ചാബിനെ നോക്കുകയാണെങ്കിൽ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. അപ്പോൾ ഈ 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയധികം ലഹരി ഒഴുകുന്നത് എങ്ങനെയാണെന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയ അമിത്ഷായെ ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ, കുറേ കൊലപാതകങ്ങളെ, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് ലഹരി സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഈ ജിഹാദി ഔട്ട്ഫിറ്റുകൾ, പ്രത്യേകിച്ച് അവതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പോലും ഉപയോഗിച്ച് അവർക്ക് ലഹരി സപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഭയാനകമായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ധരിപ്പിച്ചിരുന്നു കേരളത്തിലെ BJP നേതാക്കന്മാർ. അതായത് ഈ ചെറിയൊരു സംസ്ഥാനത്ത് ഇത്രയധികം ലഹരി ഒഴുകുന്നത് എങ്ങനെയാണ്, സംസ്ഥാന സർക്കാർ ഒരു ചുക്കും ചെയ്യുന്നില്ല. പിണറായി വിജയൻ സർക്കാർ ഇവിടെ നോക്കുകുത്തിയാണ്. കേരളത്തിൽ ലഹരി ഒഴുകുമുണ്ടല്ലോ, ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ നോക്കുകുത്തിയാണ്. ഈ ലഹരിയുടെ പേരുണ്ടല്ലോ ഒരുപാട് ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഇവിടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ മന്ത്രിസഭ എന്താ ചെയ്യുന്നറിയോ? അതായത് ഇവിടെ ഇറങ്ങുന്ന സിനിമകളാണ് ഇവിടെ അക്രമങ്ങൾ സൃഷ്ടിക്കുന്നത്, വയലൻസ് കാരണമാണ് ഇവിടെ അക്രമങ്ങൾക്ക് കാരണമെന്നാണ്. പക്ഷെ എന്നിട്ടും അവർ സമ്മതിക്കുന്നില്ല. ഇതിന് ലഹരിയുടെ ഒരു വെർട്ടിക്കലും കൂടിയുണ്ട്. അതായത് ലഹരി ഒഴുക്കുന്ന ആരാണ്, അത് തടയിടാൻ പോലും ഇവർക്ക് ആരും പറ്റുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമലയിൽ ഈ ഉടുതുണിയില്ലാത്ത 2 പടക്കങ്ങളെ കയറ്റാൻ വേണ്ടി ഇവിടെ കേരള പോലീസ് ഉണ്ടല്ലോ, അത് എത്രയോ പോലീസിനെ ഇൻസ്റ്റാൾ ചെയ്തു. അതായത് ഏകദേശം 10-300 പോലീസിനെ ഇൻസ്റ്റാൾ ചെയ്തു. അതായത് ഈ ഉടുതുണിയില്ലാത്ത പടക്കങ്ങളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണിച്ച ശുഷ്കാന്തി ഉണ്ടല്ലോ, അതിൻ്റെ പകുതി കാണിച്ചാൽ മതി, കേരളത്തിൽ ലഹരി ഒഴുകുന്ന തടയാൻ പറ്റും. അപ്പോൾ ഇവിടെ നടക്കുന്ന സിനിമകളെയും സീരിയലുകളെയും വെബ് സീരീസിനെയും പഠിച്ചാരാതെ പ്രാക്ടിക്കലായി ചിന്തിക്കൂ. അതായത് ഇവിടെ എങ്ങനെ ലഹരി ഒഴുകുന്നു അത് തടയാനുള്ള നടപടിയെടുക്കൂ കേരള സർക്കാർ, എന്നിട്ട് സംസാരിക്കൂ. അപ്പോൾ ഇവിടെ കേരളത്തിലെ BJP നേതാക്കൾ, അതായത് കേരളത്തിലെ പിണറായി വിജയനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിണറായി വിജയൻ സർക്കാരിന് ആംബിയർ ഇല്ല. അതുകൊണ്ടാണ് കേരളത്തിലെ BJP നേതാക്കന്മാർ സാക്ഷാൽ അമിത്ഷായെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചത്. അതായത് കൂടുതലും ഇതിലേറ്റവും ഭയാനകമായ ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. അതായത് ചെറിയ പെൺകുട്ടികളെ വരെ ഇവിടുത്തെ ജിഹാദി സഖ്യങ്ങൾ, ജിഹാദി എലമെൻറ്റ്സ്, ജിഹാദി ഔട്ട്ഫിറ്റുകൾ യൂസ് ചെയ്യുന്നു. അതായത് അവർക്ക് ലഹരി സപ്ലൈ ചെയ്യുന്നു. ആലോചിച്ച് നോക്കി, വളരെ ഗുരുതരമായ ഒരു കാര്യമാണിത്. അതായത് ഇവിടുത്തെ നമ്മുടെ പാരൻസൊക്കെ ഉണ്ടല്ലോ, കേരളത്തിലെ പാരൻസ് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ആരുടെ കൂടെയാണ് പോകുന്നത്, അവരുടെ സുഹൃത്ത് വലയങ്ങൾ ആരാണെന്നൊക്കെ പക്കായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വളരെ ഗുരുതരമായ കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്, അതായത് ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാർ, നമുക്കറിയാലോ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ജിഹാദി ഔട്ട്ഫിറ്റുകളെ ഇവരെ താലോലിക്കുന്ന, അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവരെ സുഖിപ്പിക്കുന്ന തരത്തിലേക്ക് അവരൊരു കേസ് വന്നാൽ പോലും എന്താ പറയണ്ടേ, അതിനെ നിസാരവൽക്കരിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും സപ്പോർട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കേരളത്തിൽ ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ സർക്കാരുണ്ട്, മാധ്യമങ്ങളുണ്ട്. പിന്നെ എന്താ വേണ്ടത്, ഇവർക്ക് എന്തും ആവാലോ. അതായത് ഇത്തരത്തിലുള്ള ജിഹാദി ആൾക്കാരുണ്ടല്ലോ, ഈ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അത് വാർത്ത പോലും പുറത്തു വരില്ല. പേരുകളൊക്കെ വരുന്നത് തന്നെ എന്താ പറയുക, പേരുകൾ മാറ്റിയിട്ടാണ് മാധ്യമങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്, എന്തും സംഭവിക്കുക. അതായത് ഇത്തരത്തിലുള്ള തീവ്രവാദക പ്രവർത്തനം, രാജ്യവിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഭരണകൂടം വരെ തയ്യാറെടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് ബംഗ്ലാദേശികൾ കഴിഞ്ഞ ദിവസം മുനമ്പത്തിനൊക്കെ 27 ബംഗ്ലാദേശികളൊക്കെ പിടികൂടി. അവർക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാർ പോലും സപ്പോർട്ട്. നമ്മളിപ്പോൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർക്ക് TV ഇത് എല്ലാ സൗകര്യങ്ങളും കൊടുത്തില്ലേ. ഇപ്പോൾ ഈ പ്രളയം വന്ന സമയത്തൊക്കെ കണ്ടില്ലേ, അവർക്ക് TV, ഭക്ഷണം, ദിവസം എന്താ പറയുക, ബിരിയാണി, ബീഫ്, ഇതൊക്കെ കൊടുത്തില്ലേ. എന്തിൻ്റെ ആവശ്യമാണ് ഇവന്മാർക്ക് തീറ്റിപ്പോട്ടെ. ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ബംഗാളിലെത്തി അവിടുന്ന് അനധികൃതമായ രേഖകൾ ഉണ്ടാക്കി കേരളത്തിലോട്ട് വരുന്നു. കേരളം സുരക്ഷിത താവളമാണെന്ന് അവർക്ക് മനസ്സിലായി. അതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും എന്താ പറയുക, ചെറിയ ഇട്ടാവട്ടത്ത് ഈ കോണകം കണക്കത്തെ സ്ഥലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഒഴുകുന്ന ഒരു സംസ്ഥാനമായി മാറ്റാൻ ആരാണ് സപ്പോർട്ട് ചെയ്തത്? ഇവിടുത്തെ ഗവൺമെൻറ് പ്രോപ്പർ ആക്ഷൻ എടുക്കുന്നില്ല. അതൊക്കെ തന്നെയാണ് കാരണം. അതൊക്കെ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ BJP നേതാക്കൾ അമിത്ഷായെ ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചത്. അപ്പോൾ അമിത്ഷായുടെ മുന്നിലുണ്ടല്ലോ ഇപ്പോൾ ഓൾറെഡി PFIയുടെ ബാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡീറ്റെയിൽസ്, അതായത് ഇവിടെ PFI സ്ലീപ്പർ സെല്ലുകളുണ്ട്, അവർക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അമിത്ഷായുടെ പക്കലുണ്ട്. ഇവിടെ ആരാണ് ലഹരി ഒഴുക്കുന്നതെന്ന് വ്യക്തമായ വിവരം സംസ്ഥാന സർക്കാരിന് അമിത്ഷാ നൽകിയിട്ടുണ്ടാവാം. പക്ഷേ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുന്നില്ല. ആക്ഷൻ എടുക്കാത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതായത് ആ പ്രതിസ്ഥാനത്ത് വരുന്നവർ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആയതുകൊണ്ടാവാം. അതൊക്കെ കൊണ്ടായിരിക്കാം പിണറായി വിജയൻ ചിലപ്പോൾ എന്താ പറയുക ആക്ഷൻ എടുക്കാത്തത്. അപ്പോൾ ഇത് ഇനി വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കളിലാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ്. ആ യുവാക്കളുടെ സിരകളിലേക്കാണ് ഇവിടുത്തെ ജിഹാദി സഖ്യങ്ങൾ, ജിഹാദി ഔട്ട്ഫിറ്റ്, ഇങ്ങനത്തെ എന്താ പറയുക ലഹരി ഇങ്ങനെ അടിച്ച് കയറ്റുന്നത്.
അപ്പോൾ അതിനെ തടയിടുക എന്ന ലക്ഷ്യത്തിന് ഇന്ത്യയിൽ മൊത്തം ലഹരി ഉപയോഗം തടയിടുക എന്നൊരു കോമൺ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അമിത്ഷാ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തും കേരളം പ്രൈം ടാർഗറ്റാണ്. അതായത് അമിത്ഷായുടെ ഏറ്റവും ചൊടിപ്പിച്ചെന്നുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇട്ടാവട്ടം, അതായത് ഈ കോണം കണക്കത്തെ സ്ഥലത്ത്, അതായത് 3.5 കോടി ജനങ്ങളുള്ള ഈ സംസ്ഥാനത്ത് ഇത്രയധികം ലഹരി ഒഴുകുന്നു. ഒന്ന് ആലോചിക്കുക, പഞ്ചാബിൽ പോലും ആ പ്രൊപ്പോർഷൻ, ആ റേഷ്യോ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. പഞ്ചാബിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ സംസ്ഥാനത്തെ ആ ഒരു വിസ്തീർണം കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലഹരി ഒഴുകുന്നത് കേരളത്തിലാണ്, ഇന്ന് ഇന്ത്യയിൽ. അപ്പോൾ അത് തടയിടാൻ തന്നെയാണ് അമിത്ഷായുടെ തീരുമാനം. അമിത്ഷാ നേരിട്ട് ഇറങ്ങിയാണ്. അമിത്ഷാ ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയുടെ മൊത്തം ലഹരി ഉൽപ്പാദനം, ലഹരി സപ്ലൈ അത് ബ്രേക്ക് ചെയ്യാനാണ് തീരുമാനം. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തീർക്കാൻ തന്നെയാണ് തീരുമാനം. തീർക്കാൻ പിടിച്ച് അകത്തിടയല്ല, അവരെ തീർക്കാൻ തന്നെ. അതായത് സാക്ഷാൽ ഉത്തർപ്രദേശിൽ സാക്ഷാൽ യോഗി ആദിത്യനാഥ് ചെയ്യുന്നവർ എൻകൗണ്ടറിൽ തീർക്കാന്നില്ലേ. അപ്പോൾ ഇവന്മാരെ പിടിച്ച് ജയിലിലിട്ടിട്ട് സർക്കാർ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് തന്നെ ഇവന്മാരെ തീറ്റിപ്പോറ്റേണ്ടി വരും. അപ്പോൾ സർക്കാരും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കൊണ്ട് നീങ്ങുവാണ്. ഇത്തരത്തിലുള്ള വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, അതായത് പ്രത്യേകിച്ച് ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ഡ്രഗ് പെഡ്ലേഴ്സിന് തീർക്കാൻ തന്നെയാണ് അമിത്ഷായുടെ തീരുമാനം. അതായത് എൻകൗണ്ടറിൽ തീർക്കുക എന്നുള്ളൊരു സെറ്റപ്പിൽ തന്നെയാണ് അമിത്ഷായുടെ എൻകൗണ്ടർ തീർക്കുക എന്ന സെറ്റപ്പിലാണ് അമിത്ഷാ മുന്നോട്ട് പോകുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇതിന് ഇന്ത്യയിലെ എല്ലാം, അതായത് ഫാമിലിയായിട്ട് ജീവിക്കുന്ന, അതായത് സ്വന്തം മക്കളോടും സ്വന്തം ബന്ധുക്കളോടും രാജ്യത്തോടും സ്നേഹമുള്ള ആൾക്കാർ ഈ അമിത്ഷായുടെ ഈ തീരുമാനത്തോട് എന്താ പറയുക, ഫുൾ സപ്പോർട്ടായിരിക്കും. അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ കൺമുന്നിൽ എന്തൊക്കെ എക്സാമ്പിളാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതായത് 100% സാക്ഷരത എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഡീലിങ്ങും ഡ്രഗ്സിൻ്റെ കൊലപാതകങ്ങളും ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളും ആക്രമണങ്ങളും നടക്കുന്നത്. ഇന്ത്യ കുറച്ച് ദിവസം മുന്നേ ദേശീയ തലത്തിൽ നടന്ന ഒരു ചാനൽ പരിപാടിയിൽ കേരളത്തെ അപമാനിച്ചു. അതായത് 100% സാക്ഷരതയുള്ള കേരളത്തെ അപമാനിച്ചെന്നുകൊണ്ട് ഇവിടെ ബഹളം വെച്ച ആൾക്കാരാണ്. എവിടെ പോയി ഇവിടുത്തെ ആൾക്കാരൊക്കെ? അത്തരത്തിലുള്ള ആൾക്കാർക്ക് എവിടെ പോയി? 100% സാക്ഷരതയുള്ള ഈ കേരളത്തിലാണ്, ഈ കൊച്ചു കേരളത്തിലാണ് ഇത്രയധികം ലഹരി ഒഴുകുന്നത്. ഇതിനൊക്കെ ഇവിടുത്തെ ഭരണകൂടം സപ്പോർട്ട് ചെയ്യുന്നു. ആരും ഒരു അക്ഷരം പറയുന്നില്ല. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എന്താ പറയേണ്ടത്, ഈ നിഷ്ക്രിയനായ, ഒന്നും ചെയ്യാൻ വേണ്ടി നിസ്സഹായനായിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു കേരളത്തിലേക്കാണ്. അത് മനസ്സിലായി, ആഭ്യന്തരമന്ത്രിക്ക് മനസ്സിലായി ഇവിടെ ഭരിക്കുന്നതൊരു വാഴയാണ്. അതുകൊണ്ടാണ് സാക്ഷാൽ ആഭ്യന്തരമന്ത്രി നേരിട്ടിറങ്ങിയിട്ട് ഇവന്മാരെ തീർക്കാൻ തന്നെ, അതായത് പിടിച്ച് അകത്തിടാനല്ല, തീർക്കാൻ തന്നെയാണ് അമിത്ഷായുടെ തീരുമാനം. അപ്പോൾ എന്തിനാ, വളരെ നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ രാജ്യം നന്നാവട്ടെ. അതായത് രാജ്യത്തിൻ്റെ ശക്തിയാണ്, രാജ്യത്തിൻ്റെ ഒരു വിഭവമാണ് ഇവിടുത്തെ യുവാക്കൾ. അത്തരത്തിൽ യുവാക്കളിലേക്കാണ് ഇത്തരത്തിൽ ലഹരി ഒഴുക്കുന്നത്. നമുക്കറിയാം ഈ രാജ്യം വളരെ നമ്മുടെ സമ്പദ്ഘടന ഇതായ GDP ആയാലും വളരെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരു വലിയൊരു ഫിഗറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കണ്ണുകടിയായിരിക്കുകയാണ് ഇവിടുത്തെ ജിഹാദികൾക്ക് തന്നെയാണ്. അപ്പോൾ ഈ ജിഹാദികൾ തന്നെയാണ് ഇവിടെ ലഹരി ഒഴുക്കുന്നത്. അവർക്ക് മനസ്സിലായി ഇന്ത്യയുടെ യുവാക്കളെ തകർത്താൽ മാത്രമേ ഇന്ത്യയെ തകർക്കാൻ പറ്റൂ, അല്ല മറ്റു രീതിയിൽ പൊളിറ്റിക്കലായിട്ടോ മറ്റുള്ള വഴിയിലൂടെ ഇന്ത്യയെ തകർക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ തകർക്കുക. അപ്പോൾ ഇന്ത്യയെ തകർക്കണം, ഇന്ത്യ യുവാക്കളുടെ സിരകളിലേക്ക് ലഹരി കുത്തിയൊഴുക്കുക. അപ്പോൾ എല്ലാ സർക്കാരും, അതായത് BJP ഭരിക്കുന്ന സർക്കാർ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് വോട്ട് ബാങ്കിന് വേണ്ടി, അവർക്ക് അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരം സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ തടയിടാൻ തന്നെയാണ് അമിത്ഷാ, സാക്ഷാൽ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. ഇവന്മാരെ പിടിച്ച് ജയിലിടാൻ, ഞാൻ 2 തവണയായി പറയുന്നത് ഇവന്മാരെ പിടിച്ച് ജയിലിടാനല്ല, ഇവന്മാരെ തീർക്കാൻ തന്നെയാണ് തീരുമാനം. സാക്ഷാൽ യോഗി ആദിത്യനാഥിൻ്റെ ആ വഴിയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ അമിത്ഷാ സ്വീകരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലാണ് അത് ആദ്യം തുടക്കമിടുന്നത്. ഈ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇട്ടാവട്ട സംസ്ഥാനമാണ്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ കേരളത്തിൽ തന്നെ ശുദ്ധികലശം തീർക്കാൻ തന്നെയാണ് അമിത്ഷായുടെ തീരുമാനം. അപ്പോൾ വന്നിട്ട് ഇവന്മാരെ പിടിച്ച് എൻകൗണ്ടർ ചെയ്യാൻ തന്നെ, അതായത് വന്നിട്ട് എൻകൗണ്ടർ ചെയ്തിട്ട് എല്ലാം തീർക്കും. അതായത് ശക്തമായ, അതായത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തീർക്കാൻ തന്നെയാണ് അമിത്ഷായുടെ തീരുമാനം. എന്തിനാലും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായ വാഴക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് അമിത്ഷാക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അമിത്ഷായും പിള്ളേരും കേരളത്തിലോട്ട് വരുന്നത്. ഇവന്മാരെ തീർക്കാൻ തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ നല്ലൊരു തീരുമാനമാണ്. ഇവിടെ കേരളത്തിലെ യുവാക്കൾക്ക് എന്താ പറയുക, കേരളത്തിലെ യുവാക്കൾക്കല്ല, ഇന്ത്യയിലെ എല്ലാ സകലമാന കുടുംബങ്ങളുമായി ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു ആശ്വാസമാകും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇവന്മാരൊക്കെ തീർക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.